നിഷ്കാമ ഭക്തി എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. അതാണ് ഗുരുവായൂരിൻ്റെ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ ഭഗവാൻ താല്പര്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിഷ്കാമമായിട്ട് ഭഗവാനെ ഭജിക്കുക, ഒന്നും വേണ്ട, ഇങ്ങനെ കൂടെ ഇരുന്നാൽ മതി. താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പ്രിയനോടും പറഞ്ഞു, ചില ആൾക്കാരോട് ഭഗവാൻ ചോദിക്കത്രേ, ഞാൻ നിങ്ങളെ കൊണ്ടോട്ടെ വൈകുണ്ഠത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ഭഗവാനോട് പറയത്രേ, ഭഗവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇവിടെ അങ്ങയുടെ അടുത്ത് ഈ ദിവസമുള്ള ഉച്ചപൂജ അലങ്കാരമൊക്കെ കണ്ട് നിർമ്മാലയൊക്കെ കണ്ട് അവിടുത്തെ പ്രസാദമൊട്ട് കഴിച്ച് അവിടുത്തെ നാമങ്ങൾ ചൊല്ലി ശിവയുടെ കൂടെ ചുറ്റും കൈകൊട്ടി പാട്ട് പാടി ഇങ്ങനെ നടന്നുള്ള ഇതാണ് ഞങ്ങൾക്ക് മോക്ഷം, ഇതിനേക്കാൾ വലുതായിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാരുടെ അഭയസ്ഥാനാണ് ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഗുരുവായൂർ എന്ന് പറയുന്നത്. അവിടെ വരുന്ന സമയത്ത് നമ്മുടെ എത്രയോ കാലത്തെ പ്രാരാബ്ധങ്ങൾ വിഷമങ്ങളൊക്കെ തന്നെ ഒരു പാട്ടിലൊക്കെ പറയണ്ടല്ലോ അല്ലെ, ഈ പരിഭവം പറയാൻ ഞാൻ വന്നു, നിന്റെ ചിരിയിൽ ഞാൻ എല്ലാം മറന്നു എന്നാണ്. എത്രയോ ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാലത്തെ പ്രാരാബ്ധങ്ങൾ ഒരു ചിരി കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് ഭഗവാൻ. ഒരു ചിരി കൊണ്ട് എല്ലാ വിഷമങ്ങളും മാറ്റാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അത് നോക്കൂ, എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ, ഇപ്പം നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു എത്രയോ മണിക്കൂറുകൾ ഞങ്ങൾക്ക് വന്നു, എന്തിനാ വേണ്ടി നിൽക്കുന്നത്? ഒരു 10 സെക്കൻഡ് കാണാനാണ് അല്ലെ, അതിൽ കൂടുതൽ കാണാൻ പറ്റില്ലല്ലോ. ആ നടവഴിയിലൂടെ നമ്മൾ കയറി കഴിഞ്ഞ് ആ ഒരു ഭാഗത്തോടെ ഗോപുരത്തിൻ്റെ അവിടെ തിരിച്ചു വരുന്നവരെയാണ് ഈ വിഗ്രഹം എന്ന് പറയുന്ന വസ്തു നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എത്ര മണിക്കൂറാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ശബരിമല കാര്യം പറയുന്ന പോലെ തന്നെ എത്രയോ ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്നും ഭഗവാനെ കാണാനായിട്ട് വരുന്നത്. അതും ഒരു നിമിഷം ഒന്ന് കണ്ടാൽ കണ്ടു, പക്ഷെ അത് മതി നമുക്കെന്നാണ്. ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദാവസ്ഥയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ മോക്ഷാവസ്ഥ എന്നുള്ളത്. അത് പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പം അങ്ങനെ ഒരു ഭഗവാനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയതിന് ഭഗവാനോട് നന്ദി പറയാം. എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് ആപത്ത് വരികയാണെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട്.